സംസ്ഥാനത്തെ KCB ഡാമുകളിൽ 2023 ജലസംഭരണം കൂടിയിട്ടും പവർ കട്ടും ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തേണ്ടി വന്നത് വൈദ്യുതി മാനേജ്മെന്റിലെ പിഴവ് മൂലമെന്ന് വിലയിരുത്തൽ. പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് ഇടപെടാൻ കഴിയാതെ പോയതാണ് ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണമായതെന്നും വിദഗ്ധർ പറയുന്നു. ജൂലൈ 16 കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ KCB ഡാമുകളിൽ 1184.44 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം സംഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 2023 ഇതിനേക്കാൾ ജലസംഭരണം കുറവായിരുന്നു. 2023 ജൂലൈ 16 1156.91 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാർ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റദ്ദാക്കുകയും ചെയ്തു. എന്നിട്ടും ലോഡ് ഷെഡിംഗ് ഇല്ലാതെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നതായി വിദഗ്ധർ പറയുന്നു. 2023 ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ വൈദ്യുതി ഉൽപ്പാദനത്തിലും കുറവ് വന്നു. ഇതിനു പുറമെയാണ് 456 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഇല്ലാതെയായതും. ഉപഭോഗത്തിന്റെ തോതനുസരിച്ച് വിവിധ മാർഗങ്ങളിലൂടെ വൈദ്യുതി വാങ്ങിയാണ് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ തിരിച്ചടിയായത് തിരഞ്ഞെടുപ്പ് കാലത്ത് വകുപ്പ് നിർജ്ജീവമായതും പുതിയ സർക്കാർ തുടക്കത്തിൽ തന്നെ പ്രതിസന്ധി തിരിച്ചറിയാതെ പോയതുമാണ്. ഈ വർഷം മഴക്കുറവിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന എൽ നീനോ പ്രതിഭാസമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ജൂൺ മാസത്തിൽ കേരളത്തിൽ മഴക്കുറവും രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെക്കാൾ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുമെന്നും വ്യക്തമായിരുന്നു. എന്നാൽ ഇതെല്ലാം പരിഗണിച്ച് മുൻകൂട്ടി വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെടാൻ കഴിയാതെ പോയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ജൂലൈയിൽ വൈദ്യുതി പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഉണ്ടായതോടെ വൈദ്യുതി വില കൊടുത്താലും കിട്ടാനില്ലാത്ത അവസ്ഥയായി. പ്രതിസന്ധി മുന്നിൽ കണ്ട് നേരത്തെ വൈദ്യുതി വാങ്ങാൻ കരാറിൽ ഏർപ്പെടാൻ കഴിയാതെ പോയതാണ് ഇപ്പോൾ തിരിച്ചടിയായതെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.